ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും Sabifoodstories സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയായ പോത്തുംകാൽ വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പിന്നെ തമിഴിൽ കൊടുത്തതുപോലെ തന്നെ പോത്തുംകാൽ വരട്ടിയതും അസിൻ്റെ ആർത്തിയും. അപ്പോൾ അസിൻ്റെ ആർത്തിയൊക്കെ ലാസ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്കെങ്ങനെ ഇത് റെഡിയാക്കി എടുക്കാൻ നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരു 4 കിലോ പോത്തുംകാൽ നന്നായി മാക്സിമം തറച്ചെടുത്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 4 കിലോനുണ്ട്. അപ്പോൾ ഇതിനെ വേവിച്ചെടുക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ 2 കുക്കറിലായിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോത്തുംകാൽ വാങ്ങുമ്പോൾ നല്ല പോത്തുംകാൽ തന്നെ വാങ്ങാൻ നോക്കുക. അപ്പോൾ ഇത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിക്കൊടുക്കാം. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത് കൈകൊണ്ട് മിക്സ് ചെയ്താൽ പണി കിട്ടും. അതുകൊണ്ട് നമുക്കിതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എത്രയാണോ പോത്തുംകാൽ എടുക്കുന്നത് അതിനനുസരിച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് വേവിക്കാനായി മാറ്റി വെക്കാം. അപ്പോൾ ഞാനിത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേവിക്കാനായി നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. അപ്പോൾ അതേപോലെ തന്നെ ബാക്കി വന്ന പീസും ഇതുപോലെ കുക്കറിലിട്ട് നമ്മളിപ്പം ചേർത്ത് കൊടുത്ത അതേ രീതിയിൽ തന്നെ മസാലപ്പൊടി ചേർത്ത് ഇതും ഒന്ന് വേവിച്ചെടുക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ബീഫ് വേവിക്കുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഇത് ഒരു 4-5 വിസിലിൻ്റെ വേവുണ്ട്. അപ്പോൾ നമുക്ക് ഇതവിടെ വേവിച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 4 കിലോയോളം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കിയാൽ നോൺ സ്റ്റിക്ക് പാനിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു അലൂമിനിയം ചെമ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ 4 കിലോയിൽ എത്ര ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 5 സവാളയും അതേപോലെ തന്നെ ഒരു 4 പച്ചമുളകും നടുവേ കീറാതെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു സോഫ്റ്റ് ആകുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഈ ഒരു പാത്രം ആയതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്, സവാളയും വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ ഇത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ നമ്മൾ കാല് വേവിക്കുന്നതിലെല്ലാം ഇട്ടതാണ്. 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ് ഇതിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ചതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർക്കില്ല. സവാളയും പച്ചമുളകും മാത്രമേ ഇൻഗ്രീഡിയൻസായി ചേർക്കുന്നുള്ളൂ. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച പോത്തുംകാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫുള്ളായി പോത്തുംകാൽ ഇതിലേക്ക് ചേർത്ത് നമ്മുടെ കുക്കറിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം.
അപ്പോൾ പല രീതിയിലും ഈ പോത്തുംകാൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ മസാലയൊക്കെ നന്നായി കാലിൽ പിടിക്കുന്നത് വരെ നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ വെള്ളമൊന്നും ഇനി ഒഴിക്കുന്നില്ല. ഒരു തിക്ക് ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ മല്ലിയില എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട് ലാസ്റ്റ്. നിങ്ങൾക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മല്ലിയിലേൻ്റെ ഫ്ലേവർ ഇഷ്ടം അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് രാത്രിത്തേക്ക് വേണ്ടിയിട്ടാണ് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പോത്തുംകാൽ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ട അതിനനുസരിച്ച് കുരുമുളക് പൊടി കൂട്ടിക്കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇത് മുന്നേ ഇട്ട ഈസി പൊറാട്ട ലെയർ പൊറാട്ടേൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ അസിൻ്റെ ആർത്തി കണ്ടോളൂ. അപ്പോൾ ഈ കാലിൻ്റെ മുകളിലുള്ള മജ്ജ ഈ പൊറാട്ടയിലേക്ക് കുത്തി ആ മജ്ജയും കൂടി കഴിക്കാൻ പറയാൻ പറ്റില്ല, അത്ര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എപ്പം പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.